സുലേഖ, ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ ജോലി. പക്ഷേ ആ ചോദ്യങ്ങളിൽ പ്രകോപിതനായി നീ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഇത്തരത്തിൽ ദേശീയ പാർട്ടിയുടെ ഒരു അധ്യക്ഷനാണ് ഇത്തരത്തിൽ ഏറ്റവും മോശമായ ഭാഷയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ കഴിഞ്ഞ ദിവസം ുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖരോട് ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾക്കാണ് ഇത്തരത്തിൽ പ്രകോപിതനായി ക്ഷുഭിതനായി ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ നീ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഏറ്റവും മോശമായ ഭാഷയിൽ മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുന്ന സാഹചര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. BJP എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. അത്തരത്തിൽ ഏറ്റവും മോശമായ ഭാഷയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി അതുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയില്ല എന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. എന്തുകൊണ്ട് പറയില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കൈരളിയാണ് എന്നറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, അവിടെ നിന്നോളൂ, നീ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ നിന്നോളൂ എന്നുള്ള ഒരു മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ ഏറ്റവും മോശമായ ഭാഷയിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമപ്രവർത്തകരോട്. സുലേഖ, കൈരളിയുടെ ചോദ്യങ്ങൾക്ക് നിരന്തരം BJP നേതാക്കളൊക്കെയും സ്വീകരിക്കുന്ന ഒരു സമീപനം കൂടിയാണ്. ഇത് ആദ്യമായല്ല ഒരു BJP നേതാവ് ഈ നിലയിൽ അധിക്ഷേപകരമായ പരാമർശം നമ്മളോട് നടത്തുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാ സീമകളും, മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ച ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി നീ എന്ന ഭീഷണിയുടെ സ്വരത്തിൽ അഭിസംബോധന ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇന്നലെ ഉണ്ടായ BJP കൗൺസിലറുടെ ആത്മഹത്യ, അതിൽ BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ BJP പ്രവർത്തകർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്തില്ല എന്നുള്ള ആക്ഷേപങ്ങളും പരാതികളും ചൊരിഞ്ഞത്. അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP അതിക്രമം നടത്തുകയും ചെയ്തു. ഈ ചോദ്യങ്ങളുടെ ഇത്ര വലിയ അസഹിഷ്ണുത എന്തിനാണ് സുലേഖ? തീർച്ചയായിട്ടും മസ്ജിദ്, അത് തന്നെയാണ്. ഇത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിൽ ആ ജോലി ചെയ്യുന്നതിന് അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് സ്വരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും BJP കൈരളി ന്യൂസിനോട് എടുത്ത സമീപനത്തിന്റെ ഒരു ബാക്കി പത്രം എന്നോളം തന്നെ ഈ സംഭവത്തെയും കാണാമെന്നുള്ളത്. ഏറ്റവും മോശമായ ഭാഷയിൽ തന്നെയാണ് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ ഈ മറുപടിയില്ല എന്ന് പറയുകയും ഈ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കാണിച്ചു തരാമെന്നുള്ള ഭീഷണി അത് വിരൽ ചൂണ്ടി സംസാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലയുണ്ടായത്. അങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു സംസാരം ഉണ്ടാകുന്നു. നേരത്തെ അസുഖ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല. BJPയുടെ ഭാഗത്ത് നിന്ന് കൈരളി ന്യൂസിന് നേരിടേണ്ടി വരുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. നിരന്തരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് കൈരളി ന്യൂസിന് എതിരെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്.